നമ്മുടെ കൈവശമിരിക്കുന്ന പാസ്പോർട്ട് നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖയല്ല. കഴിഞ്ഞ പാസ്പോർട്ട് സേവാ ദിവസത്തിന്റെ ഭാഗമായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഈ നിയമം രാജ്യം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ്. പാസ്പോർട്ട് ഒരു രേഖയല്ല എന്ന് പറയുമ്പോൾ എന്തുറപ്പാണ് നമുക്ക് കേന്ദ്രം നൽകുന്നത്? 1955 പൗരത്വ നിയമമാണ് ഇന്ത്യയിൽ ആരാണ് പൗരൻ എന്ന് നിശ്ചയിച്ചത്. ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ പൗരനാണ് എന്നാണ് പച്ചയായ സത്യം. ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച ആളുകൾ ഇന്ത്യൻ പൗരനാണ്. ഇതിനൊരു പ്രത്യേക രേഖകൾ ഉണ്ടാക്കാൻ അന്ന് നമ്മുടെ ഭരണാധികാരികൾക്ക് തോന്നിയില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിന് കാരണം ഇന്ത്യയിലെ ഒരാൾക്ക് പൗരത്വം നഷ്ടപ്പെടുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. അതായത് പൗരത്വം നൽകുക എന്നതാണ് നമ്മുടെ ഒരു അന്തസത്തത, അല്ലാതെ അത് നിഷേധിക്കുകയല്ല. ഒരു ഇന്ത്യക്കാരന് പൗരത്വം തെളിയിക്കാൻ നമ്മുടെ രേഖ തെളിയിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. 1985 അസം കരാറായിരുന്നു ഈ ഭേദഗതിക്ക് പ്രധാന കാരണം. ബംഗ്ലാദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുക എന്ന കാര്യത്തിൽ അസമിൽ നടന്ന പ്രതിഷേധമായിരുന്നു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ ഈ ഭേദഗതിക്ക് പ്രേരിപ്പിച്ചത്. അസമിൽ മാത്രം നടക്കുന്ന ഈ ഭേദഗതിക്ക് അവിടെ ഒരു വിധി നടപ്പിലാക്കി. 1971 ശേഷം വരുന്ന എല്ലാവർക്കും ഈ ഭേദഗതി നടപ്പിലാക്കുകയും ചെയ്തു. 1966 മുതൽ 71 വരെ അസമിലെത്തിയവർക്ക് പൗരത്വം നൽകുന്നതിന് പുതിയ നിബന്ധനകൾ വന്നു. ഇന്ത്യയിൽ ജനിച്ചവർക്കെല്ലാം ഇന്ത്യൻ പൗരത്വ ഭേദഗതി വരുത്തി. 1987 ജൂലൈ മുതൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണ് എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. അത് പ്രധാനമായും അസമിലെ കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. പിന്നീട് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പൗരത്വ ഭേദഗതി ഒരു നിർണായക വഴിത്തിരിവായി മാറി. അസമിൽ ഉണ്ടായിരുന്ന ഈ ഭേദഗതി ഇന്ത്യ മുഴുവൻ പ്രാബല്യത്തിൽ വന്നു എന്നതാണ്. ആരാണ് രാജ്യത്തെ ഒരു പൗരൻ എന്നതും ഒരു പൗരത്വ രജിസ്ട്രിയും അന്ന് നിലവിൽ വരികയും ചെയ്തു. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ഈ പൗരത്വ നിയമം ഒരു അസാധ്യമായി മാറി. പിന്നീട് മാതാപിതാക്കൾ പൗരത്വം തെളിയിച്ചില്ലെങ്കിൽ അവർ ഇന്ത്യക്കാരനല്ലെന്നും കണക്കാക്കും. 2019 പൗരത്വ നിയമം മുസ്ലിങ്ങളെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. പൗരത്വം തെളിയിക്കാൻ കഴിയാത്തവർ തടങ്കലിലെടുക്കുകയോ നാട് കടത്തുകയോ ചെയ്യാനുള്ള പദ്ധതിയുമാണിപ്പോൾ. ഇപ്പോൾ പാസ്പോർട്ടും ഒരു രേഖയല്ല എന്ന് എടുത്തു കളഞ്ഞതും ശ്രദ്ധേയമാണ്. ഇന്ത്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്ന യാത്രാരേഖയാണ് പാസ്പോർട്ട്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ പൗരനാണ് എന്ന് തിരിച്ചറിയുന്നതിന് ഈ പാസ്പോർട്ട് ഉപയോഗിച്ചാണ്. പാസ്പോർട്ടിനാൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് പൗരത്വം തെളിയിക്കാനാവില്ല എന്നത് എന്ത് അപഹാസ്യമാണ് എന്ന് രാജ്യത്തിന്റെ വിവിധ നാനാതുറകളിലും ഉയരുന്ന ചോദ്യമാണ്. മറ്റൊന്ന്, 15ഓളം സംസ്ഥാനങ്ങളിൽ SIR നടപടിക്രമങ്ങൾ നടക്കുകയാണ്. വോട്ടർ ലിസ്റ്റിൽ പേര് വെട്ടാതിരിക്കാൻ പാസ്പോർട്ട് രേഖയാക്കി സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പറയുന്ന ഇത് യാത്രാരേഖയാണ്, ഇത് പൗരത്വ രേഖയല്ല എന്ന് പറയുന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം പൗരത്വം തെളിയിക്കാത്തവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാവില്ല. അതായത് രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾ, മുസ്ലിങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതുകൾ വോട്ടവകാശം പോലും ഇല്ലാത്ത അവസ്ഥയിലായി മാറും. അതായത് ഇതിന്റെ ചുരുക്കം രാജ്യത്ത് 2 വിഭാഗം പൗരന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ്.